ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വയറ്റിൽ കുഞ്ഞുണ്ടോ അല്ലെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആണോ എന്ന് എങ്ങനെ അറിയും എന്നതിനെ പറ്റിയാണ്. നമ്മുടെ ശരീരത്തിൽ 6 മുതൽ 12 ആഴ്ചയ്ക്കുള്ളിലാണ് ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് നമ്മുടെ ശരീരം ഓരോരോ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത്. ഒന്നാമത്തേതായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ പൊക്കിളിൻ്റെ ഭാഗത്ത് നമുക്ക് ഒരു തരം വലിച്ചിലുണ്ടാവുന്നുണ്ട്. അത് മിക്കവരും പറയുന്ന ഒരു ലക്ഷണമാണ്. രണ്ടാമതായി പറയുവാണെങ്കിൽ നമ്മുടെ വയറിൽ ഒരു കുത്തുന്ന പോലുള്ള ഫീൽ നമുക്ക് തോന്നുന്നുണ്ട്. അത് പൊക്കിളിൻ്റെ ഭാഗത്തായിട്ടും താഴെയും വലതുവശത്തും ഇടതുവശത്തും ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സെൻസേഷൻ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ തുടർച്ചയായിട്ടല്ലെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഈ എഗ്ഗ് വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ യൂട്രസ് വികസിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു പ്രഷർ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പ്രഷർ ഉണ്ടാകുന്നതാണ് നമുക്ക് ഇങ്ങനെ ഒരു കുത്തുന്ന ഫീലായിട്ട് തോന്നുന്നത്. പിന്നെ അടുത്ത ലക്ഷണമായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ടെന്നാൽ നമ്മുടെ ശരീരത്തിന് ധാരാളം ഊർജ്ജം ആവശ്യമായിട്ടുള്ള സമയമാണിത്. അപ്പം നമ്മുടെ ശരീരത്തിൽ അതിനനുസരിച്ചിട്ടുള്ള ഊർജ്ജം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ ക്ഷീണം അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള കലോറി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ വിശ്രമിക്കുക. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്തൊരു ലക്ഷണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ തലവേദനയാണ്. തലവേദന ഒട്ടുമിക്ക ആളുകളും പറയുന്ന ഒരു ലക്ഷണം കൂടിയാണ് തലവേദന. തലവേദന ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, പ്രഗ്നൻസി ടൈമിൽ തലവേദന ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോൺസിൽ ധാരാളം വേരിയേഷൻസ് വരുന്ന ഒരു സമയം കൂടിയാണ് ഈ പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമുക്ക് അങ്ങനെ തലവേദന അനുഭവപ്പെടുന്നത്. അതുകൂടാണ്ട് തന്നെ നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും ഇങ്ങനെ തലയിൽ വേദനയും അസ്വസ്ഥതയും അതുപോലെ തന്നെ ഒരു ഇറിറ്റേഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു തലവേദനയല്ല, നമ്മുടെ ബോഡി ഫുള്ള് ഇറിറ്റേഷൻ ആവുന്ന രീതിയിലുള്ള ഒരു തലവേദനയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻസോ പെയിൻ കില്ലേഴ്സോ ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യരുത്. നമ്മൾ പ്രഗ്നൻ്റ് ആവാനായിട്ട് തയ്യാറെടുക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ നമ്മൾ ഡോക്ടറെ കണ്ട് നമ്മുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞ ശേഷം മാത്രം ഡോക്ടറുടെ അനുവാദത്തോടെ മാത്രം നമ്മൾ മെഡിസിൻസൊക്കെ എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് വരുന്ന പ്രഗ്നൻസി സിംറ്റംസിൽ ഒന്നാണ് ഭക്ഷണത്തിനോടുള്ള അസ്വസ്ഥത. നമുക്ക് മുൻപ് കഴിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമായിരുന്ന ഭക്ഷണങ്ങൾ നമുക്ക് ഈ സമയത്ത് കഴിക്കാൻ തോന്നാതിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് മുൻപ് കഴിക്കാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്ന ഭക്ഷണങ്ങളോട് നമുക്ക് കൂടുതൽ ഒരു താല്പര്യം തോന്നുക. അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങളുടെ സ്മെല്ലുകൾ നമുക്ക് പറ്റാതെ വരിക. അങ്ങനെയുള്ള സിംറ്റംസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ പാല്, മുട്ട, അതുപോലെ തന്നെ ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, നട്ട്സ്, അതുപോലെ ഇലക്കറികൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഉൾപ്പെടുത്തുക. നമ്മുടെ ശരീരത്തിന് ധാരാളം ഊർജ്ജവും അതുപോലെ തന്നെ വൈറ്റമിൻസും ഒക്കെ വേണ്ട സമയമാണ് പ്രഗ്നൻസി ടൈം. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിന് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങാനും അതുപോലെ തന്നെ വിശ്രമിക്കാനും ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരത്തിന് പൂർണ്ണമായിട്ടൊരു സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. ആ സമയത്ത് ഒരു കൃത്യമായ ഒരു സമയം വയ്ക്കണം നമുക്ക് ഉറങ്ങാനും അതുപോലെ തന്നെ എഴുന്നേൽക്കാനും. പിന്നെ നമ്മൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും തന്നെ ഫിസിക്കൽ കോണ്ടാക്റ്റ് അവോയ്ഡ് ചെയ്യണം. ഇത്രയും ലക്ഷണങ്ങളാണ് നമ്മുടെ ശരീരം നമ്മൾ പ്രഗ്നൻ്റ് ആയി ആദ്യഘട്ടങ്ങളിൽ കാണിച്ചു തുടങ്ങുന്ന ലക്ഷണങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.